നമസ്കാരം. നമസ്തേ. ലോകം മുഴുവൻ വിറപ്പിക്കുന്ന അമേരിക്ക ഇറാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പേടിക്കുകയാണ്. അതിന് നമ്മൾ നേരിട്ട് തന്നെ അതിൻ്റെ ഉദാഹരണമായിട്ടുള്ളതാണ് ഖത്തറിൽ അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ആരംഭിച്ചപ്പോൾ അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ച് ഓടുന്നത് നമ്മൾ കണ്ടാണ്. പശ്ചിമേഷ്യയിൽ മുഴുവൻ അത് വലിയ പ്രശ്നമായി മാറി. പിന്നീട് ഇറാനുമായി സന്ധി ചർച്ചയിലാണ് പിന്നെ നമ്മൾ അമേരിക്കയെ കണ്ടതും. അതേപോലെ ഇസ്രയേലും അതേപോലെ പിൻവാങ്ങുന്നതാണ് കണ്ട്. ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചിട്ട് യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങളുമായിട്ടുള്ള ഇഷ്യൂവിൽ അമേരിക്ക 10 ദിവസം കൊണ്ട് ഇറാനെ തകർത്ത് കളയുമെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അമേരിക്ക മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇറാൻ്റെ മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുന്നത്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സമീപത്തുള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് താവളമുണ്ട്. അത് പ്രത്യേകിച്ച് ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. ആ സൈനിക താവളം 2025 ജൂണ് സമയത്ത് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായി. പക്ഷെ അത് മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഇറാൻ ആക്രമിച്ചത്. അത് കാരണം അവിടെ ആൾനാശമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അവിടെ സ്വാഭാവികമായിട്ടും മറ്റു രീതിയിലുള്ള ഒരു ഔട്ട്കം ആയിരിക്കും. അതായത് അതിൻ്റെ പരിണത ഫലം മറ്റൊരു രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അമേരിക്കൻ പട്ടാളക്കാരൻ വിദേശത്ത് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാലും അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഈ ബോഡി ബാഗ് എന്നാണ് പറയുന്നത് അവിടെ. അതായത് മരിച്ച ഒരാളുടെ ശവം എത്തുന്ന ഒരു ബാഗിലാണ്. ആ ബാഗ്, മിലിറ്ററിയുടെ ബാഗ് അവിടെ എത്തിയാൽ അമേരിക്കയിൽ വലിയ ആഭ്യന്തര പ്രതിഷേധം ഉണ്ടാകും. ഒരു അമേരിക്കക്കാരനും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ പോയി ഇടപെട്ട് മരിക്കാൻ അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, പണ്ട് വിയറ്റ്നാം യുദ്ധം നടന്നപ്പോഴും അതുപോലെ അമേരിക്ക ഇറാഖിലൊക്കെ ഇടപെട്ടപ്പോഴും ഒക്കെ വലിയ പ്രതിഷേധം അമേരിക്കയിലെ സർക്കാർ തന്നെ മാറിപ്പോകും. അമേരിക്കൻ പട്ടാളം മരിക്കാതിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ട്രംപിന് അമേരിക്കയിൽ പിന്തുണ കിട്ടൂ. ഇപ്പോഴാണെങ്കിൽ ട്രംപിന്റെ തദ്ദേശീയമായ പിന്തുണ ഈ അടുത്ത കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. വെറും 37%. ഈ കഴിഞ്ഞ ദിവസം CNN ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ ഫലം അവർ പുറത്തു വിട്ടപ്പം വെറും 37% ട്രംപിന് അമേരിക്കയിലുള്ള പിന്തുണ. അതായത് 50% ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത അവസ്ഥയാണ്. അതിന്റെ അർത്ഥം ട്രംപ് വലിയ വെല്ലുവിളികളെ നേരിടുന്നു. കാരണം അമേരിക്കയിലെ സുപ്രീം കോടതി ട്രംപിന്റെ താരിഫ് റദ്ദാക്കി. അതുപോലെ തന്നെ പല രീതിയിലും ട്രംപ് ആഭ്യന്തരമായിട്ട് തിരിച്ചടി നേരിടുന്നു. ഇതൊക്കെ കാരണം ട്രംപിനെ സംബന്ധിച്ച് ഗൾഫിലെ സൈനിക താവളത്തിൽ ഒരു അമേരിക്കൻ സൈനികരെങ്കിലും ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇറാൻ കൊടുത്തിരിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പുണ്ട്. പാകിസ്ഥാനിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിനെയും ആക്രമിക്കുമെന്ന്. ഇത് വല്ലാത്ത ഒരു യുദ്ധം, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രവചനാതീതമായ ഒരു ഫലം ആയിരിക്കും. കാരണം പാകിസ്ഥാനിലേക്ക് ഇറാൻ മിസൈൽ അയച്ചാൽ അതിൻ്റെ ഒരു ഫലം ഒന്ന് ആലോചിച്ച് നോക്കുക. ആകെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതായത് ഒരു ഷിയ സുന്നി സംഘർഷത്തിലേക്ക് പോലും അത് എത്തും. കാരണം ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിലെ ഒരു ഷിയ പള്ളിയിൽ ഒരു ആക്രമണം ഉണ്ടാവുകയും ഏതാണ്ട് 40-ലധികം പേര് കൊല്ലപ്പെടുകയും 100-120-120-ലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത് മനസ്സിലായത്. അതായത് ആകെ അവിടുത്തെ ഒരു സ്ഥിതി വ്യത്യാസപ്പെടും. ഇത് കാരണം അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാം, അതിനൊക്കെയുള്ള കരുത്ത് അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പരിണത ഫലം, അമേരിക്കയുടെ ലക്ഷ്യം സാധിക്കുക എന്നുള്ളത് ഖമേനിയെ അവിടുന്ന് മാറ്റി പുതിയ ഭരണകൂടം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നടക്കില്ല. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ പണ്ടേ ഞാൻ ഒരു കാര്യം പറയുമായിരുന്നു. ഒരു ഏകാധിപതിയെ പുറത്താക്കുന്നത് പോലെ അല്ല ഒരു മത നേതാവിനെയോ അല്ലെങ്കിൽ മത നേതൃത്വവും ഭരണ നേതൃത്വവും ഒരുമിച്ച് കൈയാളുന്ന ഒരു ഭരണാധികാരിയെ പുറത്താക്കുന്നത്. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാം, പക്ഷെ ഒരു മതവും രാഷ്ട്രീയവും കൂടി ഒരുമിച്ച് കൈവശം വെക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. അവിടെ ഇറാനിലെ ഖമൈനിമാര് ഒരേ സമയം സൈനിക നേതൃത്വം അവരുടെ കീഴിലുണ്ട്. ഇപ്പം
ആ, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഏറ്റവും ശക്തിയുള്ള സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അയത്തുള്ള അലി ഖമേനിക്കാണ്. അതേസമയം ഇറാന്റെ ലോകമെമ്പാടുമുള്ള ഷിയാക്കളുടെ ആത്മീയ നേതാവുമാണ് അദ്ദേഹം. അങ്ങനെ ഒരാളിനെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് പുറത്താക്കുക, അത് സദാം ഹുസൈനെ പുറത്താക്കുന്ന പോലെയോ കേണൽ ഗദ്ദാഫിയെ പുറത്താക്കുന്ന പോലെയോ അത്ര എളുപ്പമല്ല. കാരണം രണ്ട് നേതൃത്വങ്ങൾ ഒരേ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുക. മാത്രവുമല്ല, ഇപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, ഈ അമേരിക്ക 10 ദിവസത്തിനുള്ളിൽ ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്നൊക്കെ കൊടുത്ത ഒരു വാണിംഗ് ഉണ്ടല്ലോ, ഒരു അൾട്ടിമേറ്റം എന്നെങ്കിലും, അതായത് ഒരു അത് അമേരിക്ക അതിൽ നിന്ന് പതുക്കെ അതിൽ നിന്ന് അങ്ങ് പിൻവാങ്ങും. അവിടെ ചില പുതിയ കാരണങ്ങളുമുണ്ട്. ഇറാനിന്റെ ഒരു മാറുന്ന യുദ്ധതന്ത്രമാണ് അതിന്റെ പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങ് ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവും, ഈ മാറുന്ന ഇറാന്റെ ഒരു യുദ്ധതന്ത്രം. ആ യുദ്ധതന്ത്രത്തിൽ ഇറാൻ ഇത്രയും നാള് അമേരിക്കയെ നേരിടാനായിട്ട് ഇറാൻ മുന്നിൽ വരുന്നത് ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുക എന്ന ഒരു ആശയത്തിലൂടെയാണ്. പക്ഷെ അത് ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ട്. കാരണം അത് ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങളിൽ നിന്നും പ്രതിഷേധം ക്ഷണിച്ചു വരുത്തും. അമേരിക്ക മാത്രമല്ല, റഷ്യക്ക് പോലും ഒരു പരിധിയിൽ കൂടുതൽ മറ്റൊരു രാജ്യം അണ്വായുധങ്ങൾ വികസിപ്പിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അണ്വായുധം ഉണ്ടെന്ന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരു മിസൈലും ആവശ്യമുണ്ട്. അതായത് കുറച്ചുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇറാൻ അണ്വായുധങ്ങളിൽ ഉള്ള ഒരു ഫോക്കസ് മാറ്റിയിട്ട് ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിക്കോ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി. അപ്പോൾ മാർക്കോ റൂബിക്കോ പറയുന്നത് ഇറാൻ അതീവ രഹസ്യമായ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉത്തര കൊറിയയാണ് അവരെ സഹായിക്കുന്നത്. അമേരിക്കയുടെ ഏത് ഭാഗത്തും എത്തിച്ചേരാൻ തക്ക ശേഷിയുള്ള ഒരു മിസൈൽ, ഒരു ബലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് 2035 കൂടി എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായത്. അത്രയും കാലം എടുക്കും അത്. എങ്കിലും 2030 ഒരു ക്രൂഡ് മിസൈൽ, ഒരു പ്രാഥമികമായിട്ടുള്ള അത്യാവശ്യം അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെല്ലാൻ പറ്റുന്ന മിസൈൽ ഇറാന്റെ കൈവശം ഉണ്ടാകും. ഇങ്ങനെ ഒരു മിസൈൽ വന്നാൽ അത് ഇപ്പം ഒരു 20 മിസൈൽ വിട്ടാൽ അമേരിക്ക പേട്രിയോട്ട് സിസ്റ്റമാണ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം. ആ പേട്രിയോട്ട് സിസ്റ്റത്തിന് ചിലപ്പോൾ ഒരു 15 എണ്ണം തടുത്തു നിർത്താൻ പറ്റും, അല്ലെ 12, 2 മിസൈലെങ്കിലും എവിടെയെങ്കിലും പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കാരണം അമേരിക്ക വലിയൊരു രാജ്യം, ഒന്ന്. രണ്ടാമത്തേത്, ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കൂടുതൽ മിസൈലുകൾ വന്നാൽ അത് സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറയും. ആ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശേഷിയിൽ കുറവ് വരും. അങ്ങനെ വരുമ്പം അതിലൂടെ ചിലത് ഊർന്നിറങ്ങും. അപ്പൊ ഇതൊക്കെ അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, അമേരിക്കൻ ജനതയുടെ ഒരു പ്രത്യേകത, ഈ ലോകത്തിൽ മറ്റെല്ലാ രാജ്യങ്ങളിലും പോയി അമേരിക്ക യുദ്ധം ചെയ്യും, പക്ഷെ അമേരിക്കയിലോട്ട് യുദ്ധമില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്കയ്ക്ക് ഉള്ളിൽ ഒരു ആക്രമണം നടക്കാറില്ല. അത് ആകെ ഉണ്ടായിരുന്നത് തീവ്രവാദ ആക്രമണമാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ. അന്ന് തന്നെ അമേരിക്കയിൽ ഉണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു കോളിളക്കത്തിന്റെ ആ ഒരു ആഴം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അമേരിക്കയിൽ ഒറ്റ മിസൈൽ വീണ് അമേരിക്കയുടെ ഒരു കേന്ദ്രം തകർത്താൽ തന്നെ ജനം ആ സമയത്തെ അമേരിക്കയുടെ പ്രസിഡന്റിനെ പുറത്താക്കും. ഇങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതായത് ഭൂഖണ്ഡാന്തര മിസൈലുകൾ വികസിപ്പിക്കുക. അപ്പോ ഇറാന്റെ കൈവശമുള്ള മിസൈലുകൾക്ക് പരമാവധി ഒരു 2200 കിലോമീറ്റർ ഒക്കെയാണ് റേഞ്ച്. ഈ 2200 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ 2025 ജൂണിലെ ആ ഖത്തർ ആക്രമണത്തോടനുബന്ധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെയും ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ മുഖ്യമായിട്ടും ആക്രമണത്തിന് ലക്ഷ്യമിടുന്നത്, ഉപയോഗിക്കുന്നത് ഇപ്പോ ക്രൂയിസ് മിസൈലുകൾ, അതുപോലെ ഡ്രോണുകൾ, ഈ 2 തരത്തിലുള്ള ആയുധങ്ങളാണ്. ഇറാന്റെ വ്യോമശക്തി വളരെ ദുർബലമാണ്. എന്തെന്നാൽ ഇറാന്
വിമാനങ്ങൾ, ആധുനിക വിമാനങ്ങളില്ല. ഉള്ളത് ഇറാന്റെ കൈവശം ഇപ്പോഴും ഉള്ളത് 1970-കളിൽ ഷാ ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചിരുന്ന F-4 ഫാൻറ്റം വിമാനങ്ങളാണ്. അതാണെങ്കിൽ വളരെ കാലഹരണപ്പെട്ടു. അതെങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തുക. അതുകൂടാതെ വിമാനങ്ങളുടെയോ ഹെലികോപ്റ്ററുകളുടെയോ സ്പെയർ പാർട്ടുകൾ ഇറാന് ലഭിക്കുന്നില്ല. ഇറാൻ എന്നല്ല, ലോകത്തിൽ സ്വന്തമായിട്ട് യുദ്ധവിമാനം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് പോലും ഇതുവരെ പറ്റിയിട്ടില്ല. ചൈന ഈ അടുത്ത കാലത്താണ് സ്വന്തം യുദ്ധവിമാനങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഈ ആകാശ യുദ്ധത്തിലുള്ള പരിമിതി, യുദ്ധവിമാനങ്ങളുടെ അഭാവം, റഷ്യയിൽ നിന്നുള്ള പഴയ MiG-29 ഉണ്ട്, 90-കൾ വാങ്ങിച്ചതാണ്. പക്ഷെ അവിടെയും റഷ്യ പോലും വേണ്ടത്ര ഒരു ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സഹായമൊന്നും ഇറാന് കൊടുത്തിട്ടില്ല. അപ്പോ ഇറാൻ ഇന്ന് മുഖ്യമായിട്ടും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള ക്രൂയിസ് മിസൈലുകളും പിന്നെ ഡ്രോണുകളുമാണ്. ഷഹീദ് എന്ന് ഡ്രോണൊക്കെ വലിയ പ്രചാരത്തിലുള്ളതാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് തടയാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇറാൻ ഇനി ശ്രമിക്കുന്നത് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക. അതുപോലെ തന്നെ MIRV, MARV എന്നുള്ള ടെക്നോളജികൾ സ്വായത്തമാക്കുക, പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള 2-3 മേഖലകളിലാണ്. ഇറാന്റെ കൈവശം ഉള്ള ടെക്നോളജി പലതും പഴയ റഷ്യൻ ടെക്നോളജിയും ഉത്തര കൊറിയയുടെ ടെക്നോളജിയുമാണ്. ഈ റഷ്യ പഴയ കാലത്ത് പ്രിസിഷൻ വെപ്പൺസ് റഷ്യക്കില്ല. അതായത് ഇപ്പോ നമ്മളിപ്പം കലൂരോട്ടൊരു മിസൈൽ വിട്ടാൽ ചിലപ്പോൾ വൈറ്റിലെ ആയിരിക്കും പതിക്കുന്നത്. എറണാകുളത്തൊരു മിസൈൽ വിട്ടാൽ ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും പോയി വീഴുന്നത്. അങ്ങനെ ഒരു സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്നൊരു സാങ്കേതിക വാക്കുണ്ട്. അതായത് ഒരു മിസൈല് നമ്മളൊരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വിട്ടാൽ ആ ലക്ഷ്യത്തിന്റെ എത്ര കുഴപ്പമായിട്ട് ലക്ഷ്യം തെറ്റിപ്പോയാലും പരമാവധി എത്ര ദൂരം മാറിയായിരിക്കും വീഴുന്നത്. അതിനാണ് ഈ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ സർക്കുലർ എറർ പ്രോബബിലിറ്റി, അതായത് ലക്ഷ്യം തെറ്റി ദൂരെ പോകാനുള്ള സാധ്യത റഷ്യൻ മിസൈലുകൾക്ക് വളരെ കൂടുതലാണ്. ഇന്ത്യയുടേതും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു കാലത്ത്. പിന്നെ ഇന്ത്യ അത് എങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ ടെക്നോളജിയിലൂടെയാണ് നമ്മൾ അത് മാറ്റിയെടുത്തത്. ആ ടെക്നോളജി പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. പിന്നെ പ്രിസിഷനും ഗൈഡഡും, അതായത് ഈ മിസൈലുകളൊക്കെ തന്നെ അത് നമ്മുടെ വിക്ഷേപിച്ച് കഴിഞ്ഞാലും അതിന്മേലുള്ള നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അത് ഉപഗ്രഹം വഴി ആ മിസൈൽ കൺട്രോൾ ചെയ്യും. മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്നത്. അതായത് പകുതി ദൂരം ചെന്ന് കഴിഞ്ഞാലും അതിന്റെ കോഴ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഗതി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അമേരിക്കയുടെ GPS ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ INSS എന്ന് പറയുന്ന നാവിക് എന്ന് പറയുന്ന സ്വന്തം നാവിഗേഷൻ സംവിധാനം ഉപയോഗിക്കും. ഇറാനെ സംബന്ധിച്ച് അത് അമേരിക്കയുടെ GPS അല്ലെങ്കിൽ റഷ്യയുടെ ഗ്ലോസ്നാസ്റ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കാതെ പറ്റില്ല. അല്ലെ ചൈനയ്ക്കുണ്ട്, ചൈനയുടെ ബെയ്ഡു എന്ന് പറയുന്ന ഒരു സംവിധാനം. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മിസൈലുകളൊന്നും അല്ല. അപ്പൊ ആ മിസൈലുകൾ ആദ്യം പെർഫെക്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തൊന്നും ഈ മിസൈൽ എത്തത്തില്ല. ഒന്നാമത് നമുക്കറിയാമല്ലോ, പല ഘടകങ്ങളുണ്ട്. അന്തരീക്ഷത്തിന്റെ മർദ്ദ വ്യത്യാസങ്ങളും വായുവിന്റെ ശക്തിയും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ മിസൈലുകളുടെ കോഴ്സ് തെറ്റിക്കും. അതെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ ചെല്ലണമെങ്കിൽ ഇനി അത് മാത്രമല്ല, ഇനർഷ്യൽ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക നമുക്ക് നാവിഗേഷൻ അങ്ങ് തടയുക എന്നിരിക്കട്ടെ, അവര് GPS നമുക്ക് തരുന്നില്ല എങ്കിൽ ഈ മിസൈലിൽ ഈ ലൊക്കേഷൻ ഫീഡ് ചെയ്താൽ ആ മിസൈലിന് തന്നെ ആ പോകുന്ന വഴിയിലെ ലാൻഡ് മാർക്കുകളൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് മിസൈലിന് പോകാൻ പറ്റും. അതിനാണ് ഇനർഷ്യൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പല സിസ്റ്റം ഒരുമിച്ച് ഒരു മിസൈൽ, ഇത്തരം വലിയ സാങ്കേതികതകളൊന്നും ഇറാന് സ്വായത്തമായിട്ടില്ല. ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കി അത് അത്ര ദൂരം ചെല്ലും. പക്ഷെ ഇതൊക്കെ തന്നെ സ്വായത്തമാക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നുവെന്നും
ഇറാന് ഇപ്പോൾ ശരിയായ ഒരു യുദ്ധ തന്ത്രത്തിലേക്ക് എത്തിയിട്ട് അമേരിക്കയെ വിറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇത് അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരല്പം ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം അവര് തൽക്കാലം ഈ പല രീതിയിലും ഇറാനെ ഒന്ന് ചർച്ചകളിലൂടെ ഇറാനിൽ സമയം കിട്ടിക്കൊണ്ട് ഇറാനിലെ തദ്ദേശീയമായ പ്രക്ഷോഭം ഒന്ന് ആളിക്കത്തിച്ച് ഖമൈനിയെ പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല. ഒരു മതത്തിന്റെ ഒരു അധികാരം കയ്യിലുള്ള ഒരു ഭരണാധികാരിയെ അങ്ങനൊന്നും പുറത്താക്കാൻ പറ്റില്ല. അത് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്ക ഇറാനിൽ പോയിട്ട് അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അത്ര എളുപ്പമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ. താങ്ക് യു.